അഭിനയ തൊഴിലാളികളുടെ സംഘടനയുടെ പേര് അമ്മ എന്നത് മാറ്റണം. മലയാളത്തിലെ ഏറ്റവും മഹത്തരമായ വാക്ക് ഏതെന്ന് ചോദിച്ചാൽ സംശയലേശമന്യേ നാം പറയും അമ്മ എന്ന്. നാം ആദ്യം വിളിക്കുന്ന വിളി, നാം ആദ്യം കണ്ണിൽ കാണുന്ന ആൾ, നമ്മെ ആദ്യം വൈകാരികമായി മനസ്സിലാക്കുന്നയാൾ, ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും കണ്ടെടുക്കുന്നയാൾ, അങ്ങനെ എന്തൊക്കെ വിശേഷണങ്ങൾ നമുക്ക് ഈ മഹത്തായ പദത്തിന് നൽകാനാവും. അമ്മ എന്ന പദത്തിന് പകരം വയ്ക്കുവാൻ നമുക്ക് പകരം മറ്റൊരു വാക്കില്ല. സംസ്കാര സമ്പന്നർ എന്ന പേരിട്ട് ആഭാസത്തരങ്ങൾ നടത്തുന്ന തീവട്ടികൾ ഒരു സംഘടന തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? അതുപോലെ അമ്മ എന്ന പേരിട്ട് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുറെ ആഭാസന്മാർ ഒരു സംഘടന തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? ഏതാണ്ട് അതുപോലെയാണ് മലയാള സിനിമയിലെ അഭിനയ തൊഴിലാളികൾ ചേർന്നൊരു സംഘടനയുണ്ടാക്കി അതിന് അമ്മ എന്ന് പേരിട്ടിരിക്കുന്നത്. താരാരാധന മൂത്ത മലയാളികൾ ഇതൊന്നും കാര്യമായി ശ്രദ്ധിച്ചില്ല. അമ്മയെന്നിട്ടാൽ എന്ത്, അപ്പനെന്നിട്ടാൽ എന്ത്? താരപരിവേഷമുള്ളവർ നടത്തുന്ന നക്ഷത്രപ്പേക്കുത്തുകൾ പലതും പുറംലോകം അറിഞ്ഞില്ല. എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇതൊരു ആഭാസന്മാരുടെ അധോലോകമാണെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അഭിനയ തൊഴിലാളികൾ എത്രയും വേഗം അവരുടെ സംഘടനയുടെ പേര് അമ്മ എന്നത് മാറ്റി വല്ലോ അഭിനയ തൊഴിലാളി ഫെഡറേഷൻ എന്നോ വലുതും ആക്കുക. ആ പദത്തിൻ്റെ പരിശുദ്ധി കളയരുത്. മലയാള സിനിമയിലെ മാഫിയ നേതാവിനെ വിമർശിക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുട്ടുവിറയ്ക്കുമ്പോൾ ദുരന്തഭൂമിയിൽ മാഫിയ നേതാവ് കാണിച്ച കോമാളിത്തരങ്ങൾക്കെതിരെ പ്രതികരിച്ച മാലാഹ പോലുള്ളൊരു ചെകുത്താനെതിരെ അഭിനയ തൊഴിലാളി അസോസിയേഷൻ സെക്രട്ടറി പദവിയിൽ അമ്മയുടെ പുതിയ മാപ്പിളയായി ചാർജ് എടുത്ത സിദ്ദിഖ് നിശിത ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. അഭിനയ തൊഴിലാളികളെ വിമർശിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അദ്ദേഹം താക്കീത് ചെയ്യുകയും ചെയ്തു. അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീനടന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീനടന്മാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം. ഇതിൻ്റെ രാജ്യത്ത് നിയമമുണ്ട്. അപ്പം നമ്മളതിന് ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ DGP ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം അതിന് ഒരു താല്പര്യമെടുത്ത് ഈ കുറ്റവാളി എന്ന് തന്നെ പറയാം, ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായതിൽ ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത്. അഭിനയ തൊഴിലാളി സംഘടനയുടെ നേതാവെന്ന നിലയിൽ അമ്മയുടെ ഇപ്പോഴത്തെ മാപ്പിള എന്ന നിലയ്ക്ക് സിദ്ദിഖ് ഇങ്ങനെ തന്നെ സംസാരിക്കണം. അതുപോലെ ഒരു അമ്മയുടെ മക്കളെന്ന് അവകാശപ്പെടുന്നവർ രാത്രി സ്വന്തം സഹോദരിയുടെ മുറിയിൽ മുട്ടി വിളിക്കുന്നവരെയും സഹോദരിയെ ഓടുന്ന കാറിലിട്ട് പീഡിപ്പിക്കുവാൻ കൊട്ടേഷൻ കൊടുക്കുന്ന മക്കളെയും നിലയ്ക്ക് നിർത്തുവാനുള്ള ബാധ്യത കൂടി മാപ്പിളയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ മാപ്പിളയില്ലാത്ത സമയങ്ങളിൽ ഇത്തരം മക്കൾ അമ്മയുടെ അടുത്തും കുറുകും എന്ന് ചുരുക്കം. ഇന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സിദ്ദിഖിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടാലോ. ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണയില്ല. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എറണാകുളത്ത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ വിവരമൊന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത്, എന്താണ് പറയുന്നത്, എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം. ഇപ്പോൾ ഞാൻ മാത്രമല്ല
പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷ് ഉണ്ട്, ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജുണ്ട്, വൈസ് പ്രസിഡന്റ് ജയനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇനി മറ്റ് സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിന് റിപ്പോർട്ടിൻ്റെ ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ, റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ്, നിങ്ങളോട് ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതുമാണ്. രീതിയിലാണ് ആദ്യത്തെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി വിവേചനമൊക്കെ ഉണ്ടെങ്കിലോ അക്രമം ഉണ്ടെങ്കിലോ ഇതിനകത്തൊക്കെ നടപടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണ്ടതാണ്, അത് എല്ലാ ഭാഗത്തുനിന്നും എടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല. ആർക്കാണ് ആരോപണം, ഏത് രീതിയിലാണ് വിവേചനം ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ ഒന്ന് വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കും. വളരെ ക്ലാരിറ്റിയുള്ള മാന്യമായ പ്രതികരണം. കാരണം സിദ്ദിഖ് നല്ലൊരു നടനാണ്, സിനിമയ്ക്ക് പറ്റിയ ഡയലോഗ്. പക്ഷേ 4.5 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതിഞ്ഞുകെട്ടി പിണറായി വിജയന്റെ കയ്യിൽ കൊടുത്തിരുന്നു. അതോടൊപ്പം 2 കോപ്പികളും വെച്ചിരുന്നു. നമ്മുടെ പഴയ എസ് കത്തി വിവാദ നായകൻ വിൻസെന്റ് എം പോൾ ആയിരുന്നു അന്നത്തെ വിവരാവകാശ കമ്മീഷണർ. അദ്ദേഹമാണത്രേ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് നിർദ്ദേശം കൊടുത്തത്. ആ റിപ്പോർട്ട് ചോർന്ന് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന സൂപ്പർ പവറുകളുടെയും മാഫിയ തലവന്മാരുടെയും അടുത്തെത്തിയിട്ടുണ്ടെന്നത് ഉറപ്പാണ്. അതിലെ വസ്തുതകൾ, കുറ്റക്കാർ ആരെല്ലാമാണെന്നും സിദ്ദിഖിനുൾപ്പെടെ അറിയാമെന്നതിലും യാതൊരു സംശയവുമില്ല. അഥവാ സിദ്ദിഖിന് അറിയില്ലെങ്കിൽ അമ്മയുടെ മാപ്പിള എന്ന നിലയിൽ അതറിയുവാനുള്ള അവകാശമുണ്ട്, കടമയുണ്ട്. നിയമപരമായി ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ഉടനെ കൈപ്പറ്റുക, അതിൽ കുറ്റക്കാർ ആരാണെന്ന് കണ്ടുപിടിക്കുക, അവരെ എത്രയും വേഗം, അവർ എത്ര ഉന്നതനാണെങ്കിലും സംഘടനയിൽ നിന്നും പുറത്താക്കുക, നിയമ നടപടിക്ക് ശുപാർശ ചെയ്യുക. അതാണ് ഉത്തരവാദിത്തമുള്ള അമ്മയുടെ മാപ്പിള എന്ന നിലയിൽ സിദ്ദിഖ് ചെയ്യേണ്ടുന്നത്. ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയമിച്ചിട്ട് ഖജനാവിൽ നിന്നും 2 കോടി രൂപയോളം ആ കമ്മിറ്റിക്ക് നൽകിയിട്ട് അത് രഹസ്യമാക്കി വെക്കണമെന്ന് ഉപദേശം കൊടുത്ത നാറിയോട് ചോദിക്കുവാനുള്ളത്, ഇത് ലവന്റെ കുഞ്ഞമ്മയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണോ എന്നാണ്. അല്ല, അത് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ്. സിനിമാ ഇൻഡസ്ട്രിയിലെ വനിതകളുടെ കണ്ണീരാണ്. ആ റിപ്പോർട്ട് പോക്സോ അതിക്രമങ്ങൾ വരെ അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലും പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുവാൻ നിർദ്ദേശം കൊടുത്ത പഴിനെയാണ് ആദ്യം പ്രോസിക്യൂട്ട് ചെയ്യേണ്ടുന്നത്. ഉത്തരവാദിത്തമുള്ള അമ്മയുടെ മാപ്പിള എന്ന നിലയിൽ സിദ്ദിഖ് ഈ പുഴുക്കുത്തുകളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക, സംഘടനയെ ശുദ്ധീകരിക്കുക. അമ്മയുടെ മക്കൾക്ക് തുല്യനീതി ഉറപ്പാക്കാതെ ചിറ്റമ്മ നയം കാണിച്ചാൽ അമ്മയുടെ മക്കൾ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ പറയും, ദാണ്ട് പ്രകാശമുള്ള അമ്മയുടെ മക്കൾ പോകുന്നു എന്ന്. നിർത്തുകയാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അമ്മ എന്ന പേര് എത്രയും വേഗം മാറ്റി അഭിനയ തൊഴിലാളി ഫെഡറേഷൻ എന്നാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.